ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയതാണ്. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കടലകൾ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലിരുന്നായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റാണ്. അപ്പോൾ അതുപോലെ ചെയ്ത് കണക്കാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് വീട്ടമ്മമാർക്കൊക്കെ കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലകളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മെനക്കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്കിത് മാർക്കറ്റിൽ ഇറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് മെനക്കെട് തന്നെ വേണം. അപ്പോൾ ഇതൊരു മഞ്ഞ പട്ടാണിയാണ്. ഇത് പൊട്ട് കടലക്കാണ്. ഇത് ഉപ്പ് കടല എന്ന് പറയും, ചിലർ പറയുന്നത് മുത്തപ്പൻ കടല എന്നാണ്. ഇത് നിലക്കടലക്ക മസാല ഇട്ടനായിട്ടുള്ളതാണ്. മറ്റേ കൊണ്ടാട്ടമുളക്, പച്ചപ്പട്ടാണി, കാബൂളി കടലക്കൻ്റെ ഫ്രൈ. ഇനി നമുക്കിതൊന്ന് തൂക്കിയിട്ട് കുറേശ്ശായിട്ട് എടുക്കുക. അതിന് ഗ്രീൻ പീസാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറിയൊരു 4 പാക്കറ്റിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ചിലർ 5 കവറിൽ ഇങ്ങനെ എടുത്തിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നല്ലതാകുമ്പോൾ നമുക്ക് തിങ്ങി മരിക്കും, മറ്റേത് തീരെ ഇല്ലാത്ത മരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലേശം പിന്നെ കാണാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 കവർ എടുത്തുക്കണത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞാനിതിൻ്റെ മോൻ പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതിനായിട്ട് ഇറങ്ങാനുള്ളത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. നമുക്ക് ദൂരം വഴിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും കൂടുതൽ വേണം. അപ്പോൾ ഒഴിവുള്ള സമയത്തിൻ്റെ പ്യാപ്പിളിയും പോകും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓവർ മെച്ചമെന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം നമുക്കത് മാർക്കറ്റ് പിടിച്ചേക്കണം. ഇതിപ്പോൾ ഒരു മത്സരമായിട്ടുണ്ട്. കാരണം മാർക്കറ്റിലെല്ലാവരും ഈ ബിസിനസ് വെച്ചിങ്ങായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിങ്ങായിട്ട് നമ്മളിതിൽ മാർക്കറ്റ് പിടിച്ച് കിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. എന്നാലും അൽഹംദുലില്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോണ്ട്. അത് ഡെയിലി പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല മെച്ചത്തിൽ കൊണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം തന്നെ നെയിം സ്ലിപ്പാണ് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ അതിൻ്റെ IFSC കോഡും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ലൈസൻസ് വേണ്ടിയിട്ട് IFSC കോഡുള്ള പിന്നെ ഒരു ലൈസൻസ് നമുക്ക് എടുക്കണം. FSSAI IFSC അല്ല, FSSAI എന്നാണ് ആ ലൈസൻസിൻ്റെ പേര്. ഞാൻ മാറിപ്പോയതാണ്. പിന്നെ അപ്പോൾ ഇതുപോലെ ചരട്ടിട്ട് കഴിഞ്ഞിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് 10 പീസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബോർഡിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 10 പീസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു പീഡിയക്കാർക്ക് നമ്മൾ പിന്നെ ചില സ്ഥലത്ത് 65-നായിരിക്കും, ചില സ്ഥലത്ത് 70-നായിരിക്കും. 70-ന് പോയാൽ നമുക്ക് കുഴപ്പമില്ല. 65-ന് ചിലർ പറയും 55-നൊക്കെ കിട്ടും. അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം നമുക്കതിൻ്റെ മുതൽ തന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ വണ്ടിയുമ്പോൾ പോയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടല്ലേ നമ്മൾ പോണത്. അപ്പോൾ ഇതുപോലെ 10 പീസാക്കിങ്ങായിട്ട് ബോർഡ് അടിച്ചു കൊടുത്താൽ പീഡിയക്കാർക്ക് അത് 100 റുപ്യക്ക് വെക്കാൻ കഴിയും. പക്ഷെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എന്നും പോണ സാധനം ഒന്നുമല്ലല്ലോ. കുറേയൊക്കെ മെൻകെട്ടിട്ട് ഒരുക്കും നിൽക്കണം. നമുക്കിത് ഡെയിലി പോയി കിട്ടിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ കച്ചവടം കഴിയും. പിന്നെ എന്താണെന്ന് അറിയോ, ഇതിൽ കുറേ താമസം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് റിട്ടേൺ വരും. അത് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അൽഹംദുലില്ലാ 1-2 പാക്കറ്റൊക്കെ ഉണ്ടാവും. റിട്ടേൺ വരാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വന്നാൽ സുഖമാണ്. ഇതുപോലെ എല്ലാം പാക്കറ്റാക്കിങ്ങായിട്ട് ഇനി നമുക്ക് ഇത് കച്ചവടത്തിനൊക്കെ ഇറങ്ങണം. ഇതെല്ലാം കൂടി പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലാക്കിങ്ങായിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. കാരണം മഴയല്ലേ, നല്ല പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് ബന്ധുവസ്താക്കിയിട്ട് നമ്മൾ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് നനഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പെട്ടെന്ന് നനവ് കുടിയിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കേടുവരും എന്നുള്ള ഇതായിരിക്കും പറയാൾ വീഡിയോ ഷോപ്പുകാരൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിങ്ങായിട്ട് കെട്ടിങ്ങായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. കാരണം കഴിയുന്നവർ ചെയ്യുക. ഇത് കൊണ്ട് നടന്നുങ്ങായിട്ട് വിൽക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങാം. നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ.